നമുക്കിന്ന് ഇന്ത്യയിലെ നിങ്ങളറിയാത്ത 7 അത്ഭുതങ്ങളെക്കുറിച്ച് സംസാരിക്കും. ഇത് ഏതൊരു എഞ്ചിനീയറിംഗ് വിസ്മയത്തോടും കിടപിടിക്കുന്നവയാണ്. ഒന്നാമത്തത് ഭോപ്പാലിലെ 90 ഡിഗ്രി ബ്രിഡ്ജ്. ലോകത്തെവിടെയും ഒരു 90 ഡിഗ്രി ടേണുള്ള ബ്രിഡ്ജില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ എഞ്ചിനീയർമാർ അവരുടെ ബുദ്ധി ഉപയോഗിച്ച് വെറും 18 കോടി രൂപ ചെലവിൽ ഈ പാലം അവിടെ നിർമ്മിച്ചു. സോഷ്യൽ മീഡിയയിലൊക്കെ പിന്നെ ഭയങ്കര പ്രശംസയായിട്ട് ലഭിക്കുന്നത്. രണ്ടാമത്തത് ബീഹാറിലെ എയിംസ് ആണ്. അത്ഭുതങ്ങളുടെ കാര്യത്തിൽ ബീഹാർ എന്നും മുന്നിലാണ്. 1261 കോടി രൂപ ചെലവിൽ സർക്കാർ കഠിനാധ്വാനം ചെയ്ത് വെറും 10 വർഷം കൊണ്ട് ഈ മെഡിക്കൽ കോളേജിൻ്റെ ഗേറ്റ് അങ്ങോട്ട് പൂർത്തിയാക്കി. അടുത്തൊരു 100 വർഷം കൊണ്ട് കോളേജിൻ്റെ പണി കൂടി കഴിപ്പിച്ച് ബീഹാറിലെ കുട്ടികളെ അവിടെ പഠിപ്പിക്കാനാണ് ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ. ബീഹാർ ഗവൺമെൻറ് എത്ര ദീർഘവീക്ഷണത്തോടെയാണല്ലേ കാര്യങ്ങൾ ചെയ്യുന്നത്. അടുത്ത മൂന്നാമത്തെ മീര ഭയന്തർ ഫ്ലൈ ഓവർ. 100 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഈ പാലം വെറും ഒരു പാലമല്ല, ഇതൊരു ദിവ്യശക്തിയുടെ അടയാളമാണ്. ഈ ബ്രിഡ്ജിൽ കൂടെ നിങ്ങളൊരു 60 കിലോമീറ്റർ വേഗതയിൽ വണ്ടി ഓടിച്ചാൽ നിങ്ങളുടെ അടുത്ത മീറ്റിംഗ് നേരിട്ട് ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കും. എന്താലേ. നാലാമത്തെ ബീഹാറിലെ ഷെരീഫ് മഹലാണ്. 40 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഇത് നിർമ്മിച്ചത്. ഇതിൻ്റെ ആദ്യത്തെ ഡിസൈൻ കുറച്ച് പാടായിരുന്നു. എന്നാൽ ബീഹാറിലെ ജനങ്ങളുടെ ലാളിത്യം കണക്കിലെടുത്ത് എഞ്ചിനീയർമാർ ഇതിനെ വളരെ ലളിതമായ രൂപത്തിലേക്ക് മാറ്റി. അങ്ങനെ ഇപ്പോൾ ബീഹാറിൽ ആർക്കും സമയം നോക്കാൻ ഒരു പ്രയാസമില്ല. അഞ്ചാമത്തെ നാഷണൽ ഫിഷ് ബോർഡ് ഹൈദരാബാദ്. 18.5 കോടി രൂപയ്ക്കാണ് ഇത് നിർമ്മിച്ചത്. സങ്കീർണമായ ഡിസൈനിനെ വളരെ ലളിതമാക്കി എഞ്ചിനീയർമാർ നിർമ്മിച്ച ഈ ക്യൂട്ട് സ്ട്രക്ചർ കാണാൻ തന്നെ ദൂരദേശങ്ങളിൽ നിന്ന് പോലും സഞ്ചാരികൾ എത്തുന്നുണ്ട്. ആറാമത്തത് അരാരിയ പാലം. ബീഹാറിലെ രാഷ്ട്രീയക്കാരും എഞ്ചിനീയർമാരും എത്ര ദീർഘവീക്ഷണമുള്ളവരാണ്. പുഴയില്ലാഞ്ഞിട്ട് കൂടി 3 കോടി രൂപ ചെലവിൽ 4 തൂണുകളുള്ള ഈ പാലം അവർ പണിത്. പുഴ വന്നാലും ഇല്ലെങ്കിലും പാലം റെഡിയാണ്. ഏഴാമത്തത് കൃഷ്ണനഗർ കേസരിഗേഡ ഫ്ലൈ ഓവർ. നഗരവികസനത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് 74 കോടി രൂപയുടെ ഈ ഫ്ലൈ ഓവർ. ഇതിൻ്റെ നടുവിൽ നിൽക്കുന്ന ഒരു കെട്ടിടം വികസനം എത്രത്തോളം വൈവിധ്യമുള്ളതാണെന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഈ അത്ഭുതങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണ്? കമൻറ്റ് ചെയ്യും. പിന്നെ ഒരു കാര്യം കൂടി, ഇലക്ഷനാണ് വരുന്നത്. ഇത്തരം അത്ഭുതങ്ങളൊന്നും നമ്മുടെ നാട്ടിലില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ഒരു അത്ഭുതം നമ്മുടെ നാട്ടിലും വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഏത് പാർട്ടിക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നോക്കി ചെയ്യുക.